Rajas Academy. So today we will be dealing our second chapter of political science textbook CBSE. The chapter name is Federalism. So this chapter is all about sharing of power between different levels of government. നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പവർ ഷെയറിങ്ങിൽ ദർ ഇസ് എ വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് ദ പവർ. ഈ വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ ഇടയിൽ പവർ ഷെയർ ചെയ്യുന്നതിനാണ് അല്ലേ. സോ ദിസ് ചാപ്റ്റർ ഈസ് അബൌട്ട് ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ വേരിയസ് ലെവൽസ് ഓഫ് ഗവൺമെൻറ്, ദാറ്റ് ഈസ് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ആൻഡ് ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ ഫെഡറലിസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്? വാട്ട് മേക്സ് ഇന്ത്യ എ ഫെഡറൽ കൺട്രി? സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ഡീറ്റെയിൽസ്. So what do you mean by federalism? Federalism is a system of government in which power is divided between a central authority and various constituent units of the country. In very simple words we can say power is shared between different levels of government, that is central government, state government and local self government. Usually a federation has two levels of government. One is the country for the entire. So what do you mean by federalism? Federalism is a system of government in which power is divided between a central authority and a various constituent units of the country. In very simple words we can say federalism is the sharing of power between different levels of government. For example, in India we have central government, state government and local self government. Usually a federation has two levels of government. One is the government for the entire country that is usually responsible for few subjects of common national interest, and other are the government at levels of province or the state. So ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫെഡറേഷനിൽ മെയിൻ ആയിട്ട് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഉണ്ടാവും. അതിൽ ടോപ്പ് ലെയറിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സെൻട്രലായിട്ട് നിൽക്കുന്ന ഗവൺമെൻറ് വിൽ ലുക്ക് ആഫ്റ്റർ ഒരു കൺട്രിയിൽ ഏറ്റവും അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഏതൊക്കെയാണോ അതായിരിക്കും സെൻട്രൽ ഗവൺമെൻറ് വിൽ ലുക്ക് ആഫ്റ്റർ. അത് നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോറിൻ പോളിസി ഉണ്ട്, നമ്മുടെ RBI, ബാങ്കിങ്, സോ ഇങ്ങനെ മിലിറ്ററി, ഇത്ര അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആണ്. ദെൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് വരുന്നത് ഓരോ സ്റ്റേറ്റിൻ്റെയും ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സ്റ്റേറ്റ് ആയിരിക്കും. Okay, so now we will be discussing about what is the difference between a federal government and a unitary form of the government. So federal form of the government നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ദ ഗവൺമെൻറ് ഉണ്ട്, ആൻഡ് ഓരോ ലെവൽസ് ഓഫ് ദ ഗവൺമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അവരുടെ ഏരിയാസ് ഓഫ് വർക്കിങ്ങിൽ. പക്ഷേ യൂണിറ്ററി ഫോം ഓഫ് ദ ഗവൺമെൻറ് അങ്ങനെയല്ല. ഇതിൽ even if there will be division of the power, that is different levels of the government ഉണ്ടെങ്കിലും കൂടുതൽ പവർ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആരുടെയിലായിരിക്കും? ഫസ്റ്റ് ലെയർ ഓഫ് ദ ഗവൺമെൻറ് ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് സെൻട്രൽ ഗവൺമെൻറ്റിലായിരിക്കും. ബാക്കി ലെവൽസ് ഓഫ് ദ ഗവൺമെൻറ് സബോർഡിനേറ്റ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. പക്ഷേ ഫെഡറലിസത്തിൽ അങ്ങനെയല്ല. ഈച്ച് ലെവൽ വിൽ ബി ഇൻഡിപെൻഡൻറ്റ്, അവിടെ ഒരു സബോർഡിനേഷൻ ഇല്ല. ഇതാണ് ഫെഡറൽ ഗവൺമെൻറ്റും യൂണിറ്ററി ഗവൺമെൻറ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇനി നമുക്ക് ഫെഡറലിസത്തിൻ്റെ ഡിഫറെൻറ്റ് കീ ഫീച്ചേഴ്സുകൾ നോക്കാം. ഓക്കെ, ദർ ആർ 2 or more ലെവൽസ് ഓഫ് ഗവൺമെൻറ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഗവൺമെൻറ്റ്സ് ഉണ്ട്. ഇനി ഡിഫറെൻറ്റ് ടയേഴ്സ് ഓഫ് ഗവൺമെൻറ് ഗവേൺ ദ സെയിം സിറ്റിസൺ ബട്ട് ഈച്ച് ടയർ ഹാസ് ഇറ്റ്സ് ഓൺ ജൂറിസ്ഡിക്ഷൻ. ഒരേ ആൾക്കാരെ തന്നെയാണ് ഈ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ദ ഗവൺമെൻറ് ഗവേൺ ചെയ്യുന്നത്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലത്തെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരേ സിറ്റീസിനെയാണ് ഇവർ ഗവേൺ ചെയ്യുന്നത്. പക്ഷേ ഇവർ വർക്ക് ചെയ്യുന്ന ഏരിയാസിൽ വ്യത്യാസമുണ്ട്. ഇവർ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയാസിനെ നമുക്ക് വേണമെങ്കിൽ ജൂറിസ്ഡിക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് റെഫേഴ്സ് ടു ദ മാറ്റേഴ്സ് ഓൺ വിച്ച് ദേ ആർ വർക്കിംഗ്. ഈ ജൂറിസ്ഡിക്ഷൻ ക്ലിയർലി കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ തേർഡ് ഫീച്ചർ. ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ റെസ്പെക്റ്റീവ് ലെവൽ ഓർ ദ ടയേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ആർ സ്പെസിഫൈഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ദ എക്സിസ്റ്റൻസ് ആൻഡ് അതോറിറ്റി ഓഫ് ഈച്ച് ടയർ ഓഫ് ദ ഗവൺമെൻറ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ്. സോ അവരുടെ ഈ വർക്ക് ചെയ്യാനായിട്ടുള്ള അവരുടെ ഒരു അതോറിറ്റി, ഒരു ജൂറിസ്ഡിക്ഷൻ ഈസ് ക്ലിയർലി മെൻഷൻ. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നതാണ്. Then come the fourth feature. Fundamental provisions of the constitution cannot be
unilaterally changed by one level of the government. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അമെൻഡ് ചെയ്യണം കോൺസ്റ്റിറ്റ്യൂഷനിലെ. ഈ അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലെവൽ ഓഫ് ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ പറ്റില്ല. ഇത് ഫസ്റ്റ് എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം? പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ബോത്ത് ദ ഹൗസസ് ഹാസ് ടു പാസ് ദിസ്. പിന്നെ ഇത് പ്രസിഡൻ്റ് അടുത്ത് എത്തണം, പ്രസിഡൻ്റ് അത് സൈൻ ചെയ്യണം. സോ ഇത് ലോങ് പ്രൊസീജിയറാണ്. ഒരു ലെവൽ ഓഫ് ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ ഇങ്ങനത്തെ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇനി courts have the power to interpret the constitution and powers of different levels of the government. Highest court act as an umpire if the dispute arise between different levels of the government. ഓർഗൻസ് ഓഫ് ദ ഗവൺമെൻറ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ജുഡീഷ്യറിയുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് ടു ഇൻറ്റർപ്രറ്റ്, ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ലോസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നതാണ് ജുഡീഷ്യറിയുടെ മെയിൻ റോൾ എന്ന് പറയുന്നത്. സോ ഗവൺമെൻറ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ദ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ, അവരുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇഫ് ദേ ആർ വർക്കിംഗ് അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് ആരാണ്? ജുഡീഷ്യറിയാണ്. ആൻഡ് നമ്മുടെ ഹയസ്റ്റ് ലെവൽ ഓഫ് കോർട്ട് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. ഇനി സോഴ്സസ് ഓഫ് ദ റവന്യൂ ഫോർ ഈച്ച് ലെവൽ ഓഫ് ദ ഗവൺമെൻറ്റ്സ് ആർ ക്ലിയർലി സ്പെസിഫൈഡ് ടു എൻഷുർ ഇറ്റ്സ് ഫിനാൻഷ്യൽ ഓട്ടോണമി. ഓരോ ലെവൽസ് ഓഫ് ദ ഗവൺമെൻറ്റിനും വർക്ക് ചെയ്യാനായിട്ട് ഫണ്ട് വേണം. സോ ഈ ഒരു ഫിനാൻഷ്യൽ റിസോഴ്സ്, അവർക്കുള്ള ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും കോൺസ്റ്റിറ്റ്യൂഷനിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കം ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫെഡറലിസം. The federal system has dual objective. രണ്ട് ഒബ്ജക്റ്റീവാണ് ഫെഡറലിസത്തിനുള്ളത്. ടു സേഫ് ഗാർഡ് ആൻഡ് പ്രൊമോട്ട് ദ യൂണിറ്റി ഓഫ് ദ കൺട്രി വൈൽ അറ്റ് ദ സെയിം ടൈം ടു അക്കോമഡേറ്റ് റീജിയണൽ ഡൈവേഴ്സിറ്റി. ഇന്ത്യ നിങ്ങൾക്കറിയാം വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഇൻ ടേംസ് ഓഫ് ലാംഗ്വേജ്, കൾച്ചർ, റിലീജിയൻ. സോ ഈ ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇഫ് നമ്മളിപ്പോൾ ഈ ഒരു ഡൈവേഴ്സിറ്റീനെ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശ്രീലങ്കയിൽ ഉണ്ടായ പോലെ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു സിവിൽ വാറിലോട്ട് അത് നയിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം വളരെ പീസ്ഫുൾ ആയിട്ട് കൺട്രീനെ റൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള പീപ്പിൾസിൻ്റെ ഇടയിൽ നല്ലൊരു യൂണിറ്റി ഉണ്ടാവണം. സോ ഈ യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ആ ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് നമുക്ക് ഫെഡറലിസം, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഗവൺമെൻറ്, വളരെ അത്യാവശ്യമാണ്. സോ ഇതാണ് ഫെഡറലിസത്തിൻ്റെ ഡ്യുവൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇനി ലെറ്റ്സ് സീ വാട്ട് ആർ ദ ടു റൂട്ട്സ് ത്രൂ വിച്ച് എ ഫെഡറേഷൻ ക്യാൻ ബി ഫോം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെഡറേഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫസ്റ്റ് വൺ ഈസ് കമ്മിങ് ടുഗെദർ ഫെഡറേഷൻ. When independent states come together at their own to form bigger units so that by pooling sovereignty and retaining their identity they can increase the security. Independent ആയിട്ടുള്ള കൺട്രീസുകൾ ഒരുമിച്ച് വന്ന് ഒരു ബിഗ്ഗർ യൂണിറ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു ഫെഡറേഷനാണ് എന്ത് പറയുന്നത്? കമ്മിങ് ടുഗെദർ ഫെഡറേഷൻ. ആ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ ദേ ഹാസ് കം ടുഗെദർ ടു ഫോം എ ബിഗ്ഗർ യൂണിറ്റ്. ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് USA. ദ സെക്കൻഡ് റൂട്ട് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇന്ത്യ എടുക്കാം. ഇന്ത്യ ഇത്ര വലിയൊരു കൺട്രി ആയിട്ടും ഇറ്റ് ഹാസ് ഗോട്ട് ഡിവൈഡഡ് ഇൻ ടു സെവറൽ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറി. ആൻഡ് ഓരോ സ്റ്റേറ്റ്സിനും യൂണിയൻ ടെറിട്ടറീസിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. സോ അത് കൺസിഡർ ചെയ്ത് നമ്മൾ അവർക്ക് പവർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഷെയറിംഗ് ഓഫ് പവറിനെയാണ് എന്ത് പറയുന്നത്? ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ. എന്താണ് ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ? Second route is where large countries decide to divide its power between constituent states, the national government. India, Spain, Belgium are the examples of these kind of the federation. Holding together federation example ആണ് India, Spain, Belgium. Now we are moving to our another section, that is what makes India a federal country. Let's begin with the constitution. India had emerged as an independent nation after the painful and bloody partition. Soon after the independence, several princely states became the part of the country. Constitution declared India as union of the state. Okay, നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്നതിന് മുന്നേ ബിഫോർ ദ ഇൻഡിപെൻഡൻസ് ഇന്ത്യ വാസ് ഡിവൈഡഡ് ഇൻടു ഡിഫറെൻറ്റ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. സോ ഇൻഡിപെൻഡൻസിന് ശേഷമാണ് നമ്മളിപ്പോൾ കാണുന്ന ഓരോ സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസും ഫോം ചെയ്തത്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യനെ ഒരു ഫെഡറൽ യൂണിറ്റ് അല്ലെങ്കിൽ ഫെഡറൽ. Now we are moving to what makes India a federal country. Let's begin with the constitution. India had emerged as an independent nation after painful and bloody partition. Soon after the independence, several princely states has become the part of the country, and the constitution declared that India as a union of state, although it did not use the word federation. നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഡിപെൻഡൻസിന് ശേഷമാണ് ഫോം ചെയ്തത്.
അതിന് മുന്നേ ഇന്ത്യയുടെ ഒരു കോമ്പോസിഷൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സുകളായിരുന്നു. ഓക്കെ, സോ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഹാസ് ഗോട്ട് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് സ്റ്റേറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫെഡറേഷൻ, ഇന്ത്യ ഒരു ഫെഡറേഷൻ ആണെന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. അതിന് പകരം ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ്സ് എന്നാണ് ആർട്ടിക്കിൾ 1 മെൻഷൻ ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഫെഡറലിസത്തിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞു ഓരോ ലെവൽസ് ഓഫ് ഗവൺമെൻറ്റിനും ഡിഫറെൻറ്റ് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഈ ജൂറിസ്ഡിക്ഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന്. സോ ലെറ്റ്സ് സീ ഈ ജൂറിസ്ഡിക്ഷൻ എങ്ങനെയാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ ഫോം ഓഫ് ഡിഫറെൻറ്റ് ലിസ്റ്റ്. നമുക്ക് 3 ലിസ്റ്റുകളാണുള്ളത്. ദ ഫസ്റ്റ് ലിസ്റ്റ് ഈസ് യൂണിയൻ ലിസ്റ്റ്. It includes subjects of national importance such as defense of the country, foreign affairs, banking, communication, currency. They are included in this list because we need uniform policy on the matters throughout the country. ഈ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ യൂണിയൻ ലിസ്റ്റ്, ഈ ഒരു ലിസ്റ്റ് ആരായിരിക്കും നോക്കുന്നുണ്ടാവുക? സെൻട്രൽ ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക. ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് വിൽ മേക്ക് ദ ലോസ് ഓൺ മാറ്റേഴ്സ് സച്ച് ആസ് ഡിഫൻസ്, മിലിറ്ററി, ഫോറിൻ അഫെയേഴ്സ്, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ. എന്തുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ സബ്ജക്ട്സുകൾ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ കൺട്രി ഈ മാറ്റേഴ്സിൽ വി നീഡ് യൂണിഫോം ലോസ്. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ വേറെ കറൻസി, ഇപ്പോൾ തമിഴ്നാട്ടിൽ വേറെ കറൻസി, കേരളത്തിൽ വേറെ കറൻസി ആണെങ്കിൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ലൈക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ യൂണിഫോമിറ്റി വേണ്ടുന്ന എല്ലാ സബ്ജക്ട്സും നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് അതിൻ്റെ പവർ കൊടുത്തിരിക്കുന്നത് ലെജിസ്ലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. നിങ്ങൾക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ ലിസ്റ്റ് ആരാണ് ആ ലിസ്റ്റ് ഗവേൺ ചെയ്യുന്നതെന്ന്. സോ സ്റ്റേറ്റ് ലിസ്റ്റ് മെയിനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സുകളാണ് നോക്കി നടത്തുക. ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന സബ്ജക്ട്സുകൾ ഏതൊക്കെയാണ്? പോലീസ്, ട്രേഡ്, കൊമേഴ്സ്, അഗ്രികൾച്ചർ, ഇറിഗേഷൻ. ഈ സബ്ജക്ട്സിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആണ് അല്ലേ. സ്റ്റേറ്റ് ഗവൺമെൻറ് അലോൺ ക്യാൻ മേക്ക് ദ ലോസ് റിലേറ്റഡ് ടു ദ സബ്ജക്ട് മെൻഷൻ ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. ഓക്കെ, സോ സ്റ്റേറ്റ് ലിസ്റ്റിലായാലും യൂണിയൻ ലിസ്റ്റിലായാലും ആ പെർട്ടിക്കുലർ ഗവൺമെൻറ്റിന് മാത്രമാണ് അതിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുക. അതാണ് നമ്മൾ പറഞ്ഞത് ഇറ്റ് ഷോസ് ദ ഇൻഡിപെൻഡൻസ്, ദ ഓട്ടോണമി ദ ഹാസ് ബീൻ ഗിവൺ ടു ഡിഫറെൻറ്റ് ലെവൽസ്. അടുത്ത ലിസ്റ്റാണ് കൺകറൻറ്റ് ലിസ്റ്റ്. Third list, it includes a subject of common interest to both the union and as well as the state government. So, concurrent ലിസ്റ്റിൽ വരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാ? എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ട്രേഡ് യൂണിയൻ, മാരേജ്, അഡോപ്ഷൻ, സെസഷൻ. സോ ഈ ലിസ്റ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഈക്വലായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു മാറ്റേഴ്സിൽ എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ട്രേഡ് യൂണിയൻ, മാരേജ്, അഡോപ്ഷൻ. ഇനി ഈ 3 ലിസ്റ്റിലും വരാത്ത സബ്ജക്ട്സുകൾ ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് AI ഉണ്ട്, അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനത്തെ മാറ്റേഴ്സിലൊക്കെ ആരായിരിക്കും ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക? ഇറ്റ് വിൽ ബി ഒബ്വിയസ്ലി സെൻട്രൽ ഗവൺമെൻറ്. സോ ഈ 3 ലിസ്റ്റിലും പെടാത്ത സബ്ജക്ട്സുകൾ അവർ റെസ്യൂഡറി സബ്ജക്ട്സ് എന്നാണ് വിളിക്കുക. ആ റെസ്യൂഡറി സബ്ജക്റ്റ് വിൽ ബി ലുക്ക് ആഫ്റ്റർ അല്ലെങ്കിൽ വിൽ ബി ഗവേൺഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ. വെൻ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് കൺട്രി ഈസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറി. ഓരോ സ്റ്റേറ്റ്സിനും യൂണിയൻ ടെറിട്ടറീസിനും നമ്മൾ പവർ കൊടുത്തിട്ടുണ്ടല്ലേ. ആൻഡ് ഈ പവർ ഈക്വൽ ആയിട്ടുള്ള പവർ അല്ല. ഫോർ എക്സാമ്പിൾ കേരളത്തിന് കൊടുത്തിരിക്കുന്ന പവർ ആയിരിക്കില്ല നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന് കൊടുത്തിട്ടുണ്ടാവുക. ഇത് ഓൺ ദ ബേസിസ് ഓഫ് അവിടുത്തെ ആൾക്കാരുടെ കോമ്പോസിഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും. അവിടെയുള്ളവർ കൂടുതലും ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ്. സോ അവരുടെ ഇൻഡിജിനസ് റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് സ്പെഷ്യൽ സ്റ്റേറ്റസ് കൊടുത്തിട്ടുണ്ട്. നാഗാലാൻഡ്, മിസോറാം ഈ റീജിയൻസിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സോ അവിടുത്തെ പെർമനൻറ്റ് റെസിഡൻസ്. സോ നേരത്തെ നമ്മൾ പറഞ്ഞു ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കൺട്രീനെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കാണ്. ആൻഡ് ഓരോ സ്റ്റേറ്റ്സിനും പവർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ദ ഓട്ടോണമി ആൻഡ് ദ പവർ ഈച്ച് സ്റ്റേറ്റ് ഹാസ് ഈസ് ഡിഫറെൻറ്റ്. ഇപ്പോൾ കേരളത്തിനുള്ള പവർ ആയിരിക്കില്ല നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന് കൊടുത്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ അവിടുത്തെ കോമ്പോസിഷൻ, അവിടുത്തെ ആൾക്കാരുടെ കോമ്പോസിഷൻ ദേ ആർ മെയിൻലി ഇൻഡിജിനസ് പീപ്പിൾ. അവർക്ക് ഇൻഡിജിനസ് റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സം സ്പെഷ്യൽ സ്റ്റേറ്റസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മിസോറാം, നാഗാലാൻഡ് ഈ സ്റ്റേറ്റ്സിലൊക്കെ അവിടുത്തെ പെർമനൻറ്റ് റെസിഡൻസ് അല്ലാത്തവർക്ക് അവിടെ ലാൻഡ് വാങ്ങാൻ പറ്റില്ല. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ അവർക്ക് അംഗീകരിച്ച് കൊടുത്തിട്ടുള്ളൊരു റൈറ്റാണ്. സോ ഓരോ സ്റ്റേറ്റ്സിനെയും കോമ്പോസിഷൻ നോക്കിയിട്ട് അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് അതനുസരിച്ചിട്ടാണ് അവർക്ക് റൈറ്റ്സും സ്റ്റേറ്റസും കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളത്.
ഇനി ഈ ഫെഡറലിസം എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറാണ്, ഷെയറിംഗ് ഓഫ് പവർ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ദ ഗവൺമെൻറ്. അതിൽ ഈ ഒരു ബേസിക് സ്ട്രക്ചർ മാറ്റാനായിട്ട്, ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു ലെവൽ ഓഫ് ഗവൺമെൻറ്റിനും പറ്റില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ചേഞ്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അത് പാർലമെൻറ്റിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ആൻഡ് ഇറ്റ് ഹാസ് ടു ഗെറ്റ് passed by both the house, ലോക്സഭ ആൻഡ് രാജ്യസഭ. പിന്നെ അത് പ്രസിഡന്റിൻ്റെ അടുത്ത് എത്തണം, ആൻഡ് ഷി ഹാസ് ടു സൈൻ. പിന്നെയാണ് അത് ആക്ട് അല്ലെങ്കിൽ ഒരു ലോ ആയിട്ട് മാറുന്നത്. ഓക്കെ, so now we are moving to our next section. How is federalism practiced in India? Okay, so constitutional provisions are necessary for the success of federalism. നമ്മൾ പറഞ്ഞു ഫെഡറലിസത്തിലത്തെ ഓരോ പ്രൊവിഷൻസും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന്. സോ ഫെഡറലിസം വർക്ക് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ എന്തായിരിക്കും, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അത്യാവശ്യമാണ്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം പോരാ ഒരു കൺട്രിയിൽ ഫെഡറലിസം സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ. അതിന് അവിടെ ഉണ്ടായിരിക്കുന്ന ഗവൺമെൻറ്റും പൊളിറ്റിക്സും ഡെമോക്രാറ്റിക് ആയിരിക്കണം, പീപ്പിളിനെ വാല്യൂ ചെയ്യുന്നവരായിരിക്കണം, ആൻഡ് എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ് ആയിരിക്കണം. ഓക്കെ, സോ ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ ഒരു ഫെഡറലിസം പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് ആണ്. Creation of linguistic state was the first and major test for democratic politics in our country. സോ ഇന്ത്യയിൽ നമുക്കറിയാം, ബിഫോർ ഇൻഡിപെൻഡൻസ് ഇന്ന് കാണുന്ന പല സ്റ്റേറ്റ്സും ഇല്ല. സോ ഇൻഡിപെൻഡൻസിന് ശേഷമാണ് ഇന്ത്യനെ പല സ്റ്റേറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലേ? സോ മുന്നേ പ്രിൻസ്ലി സ്റ്റേറ്റ്സുകളായിരുന്നു. സോ ഫസ്റ്റൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന് നല്ല പേടി ഉണ്ടായിരുന്നു, ഇഫ് നമ്മൾ കൺട്രീനെ ഒരു ലാംഗ്വേജിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാവുമോ എന്നുള്ളത്. ബട്ട് സോ ഫാർ ഇറ്റ് ഹാസ് വർക്ക്ഡ് വെരി വെൽ. അതുകൊണ്ട് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ തുടക്കത്തിൽ അവർക്ക് അതൊരു പേടി ഉണ്ടായിരുന്നു. സോ ഇന്ത്യ ഓരോ സ്റ്റേറ്റ്സും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? ലാംഗ്വേജിൻ്റെ ബേസിലാണ്. ഓക്കെ, അടുത്തത് വരുന്നത് ലാംഗ്വേജ് പോളിസിയാണ്. ഇന്ത്യയിൽ നമുക്ക് ഒഫീഷ്യലായിട്ട് ലാംഗ്വേജ് ഹിന്ദിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിലും 40% ഓഫ് ദ പോപ്പുലേഷൻ മാത്രമാണ് ഹിന്ദി സംസാരിക്കുന്നത്. സോ ബാക്കി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ സംസാരിക്കുന്ന ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്. സോ അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ, അക്കോമഡേറ്റ് ചെയ്യാൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തൊരു മെഷറാണ് 22, ഇൻക്ലൂഡിങ് ഹിന്ദി 22 ലാംഗ്വേജിനെ സ്കെഡ്യൂൾഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു മെഷർ എന്തിനാ? എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാൻ, മൈനോറിറ്റീസിനും മെജോറിറ്റീനും അക്കോമഡേറ്റ് ചെയ്യാനായിട്ട്. ഹിന്ദി സ്പീക്കിംഗ് പീപ്പിൾ കൂടുതലാണെന്ന് പറഞ്ഞ് ഹിന്ദിനെ നമുക്ക് ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും, ആൻഡ് ഓരോ സ്റ്റേറ്റ്സും അതിനെ ഒപ്പോസ് ചെയ്യും. സോ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻക്ലൂഡിങ് ഹിന്ദി 22 ലാംഗ്വേജസ് നമ്മൾ സ്കെഡ്യൂൾഡ് ലാംഗ്വേജസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. Next comes center-state relation. Restructuring center-state relation is one more way in which federalism has been strengthened in the practice. How the constitutional arrangement for sharing of power work in reality depend upon large extent how ruling parties and leaders follow these arrangements. For the long time, same party ruled the center and the state. So if you are looking from the independence, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ റൂൾ ചെയ്തിട്ടുണ്ടായത് സെയിം ഗവൺമെൻറ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ, കുറേ നാളത്തേക്ക് നമുക്ക് കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു. പിന്നീട് സെൻട്രലിൽ കോൺഗ്രസ് ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ലൈക്ക് BJP, അതേപോലെ തന്നെ പല ഡിഫറെൻറ്റ് ഗവൺമെൻറ്റ്സുകൾ ഫോം ചെയ്യാൻ തുടങ്ങി. സോ ഡിഫറെൻറ്റ് പാർട്ടീസ് ആയതുകൊണ്ട് തന്നെ ഐഡിയോളജിക്കലി അവർ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. സോ ഇതൊരു കോൺഫ്ലിക്റ്റിലോട്ട് നയിച്ചു. പക്ഷേ ആഫ്റ്റർ 1990 ഇന്ത്യയുടെ പൊളിറ്റിക്സിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് കോലീഷൻ ഗവൺമെൻറ്. ഇഫ് മെജോറിറ്റി ഫോം ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുമന്ത്രിസഭ ഫോം ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെജോറിറ്റി ഫോം ചെയ്യാനായിട്ട് റീസെൻറ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ വിജയ്, ഹി ഹാസ് വോൺ 108 സീറ്റ്സ്. പക്ഷേ ഗവൺമെൻറ് ഫോം ചെയ്യണമെങ്കിൽ 118 ഐ ഗസ് അത്ര സീറ്റ്സ് വേണമായിരുന്നു. സോ അദ്ദേഹം ബാക്കിയുള്ള പാർട്ടികളുടെ ഹെൽപ്പോടുകൂടി ലൈക്ക് അവരുടെ അടുത്ത് അദ്ദേഹം അപ്രോച്ച് ചെയ്തു, ആൻഡ് ഫൈനലി ദേ ഹാവ് എഗ്രീഡ് ടു ഫോം എ ഗവൺമെൻറ്. സോ അദ്ദേഹത്തിന് ഇപ്പോൾ ഫോം ചെയ്തൊരു ഗവൺമെൻറ്റിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ കോലീഷൻ ഗവൺമെൻറ്. ഈ കോലീഷൻ ഗവൺമെൻറ് ഫോം ചെയ്യുന്നത് ഒരു സിംഗിൾ പൊളിറ്റിക്കൽ പാർട്ടിക്ക് മെജോറിറ്റി അക്വയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ കോലീഷൻ ഗവൺമെൻറ് ഫോം ചെയ്യുക. So now we are moving to decentralization in India.
We noted above that federal government have 2 or more tiers of government. We have so far discussed 2 tiers of government in our country, but a vast country like India cannot be run only through a 2 tiers. States in India are as large as independent countries of Europe. So far നമ്മൾ ഡിസ്കസ് ചെയ്തു different levels of the government, state and central government. പക്ഷേ ഇന്ത്യ ഇത്രയും ഹ്യൂജ് ആൻഡ് ഡൈവേഴ്സ് ആൻഡ് വാസ്റ്റ് ആയിട്ടുള്ള കൺട്രി ആയതുകൊണ്ട് തന്നെ ഈ 2 ലെവൽസ് ഓഫ് ഗവൺമെൻറ് മാത്രം മതിയോ ഇത്രയും വലിയൊരു കൺട്രീനെ ഗവേൺ ചെയ്യാനായിട്ട്? പറ്റില്ല. സോ ഒരു തേർഡ് ഫോം ഓഫ് ദ ഗവൺമെൻറ്, തേർഡ് ലെവൽ ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആൾക്കാർ എസ്പെഷ്യലി അവർ ലീഡേഴ്സ് ദാറ്റ് ഈസ് ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്ത് എന്താ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ദ തേർഡ് ആൻഡ് ലോവർ മോസ്റ്റ് ഫോം ഓഫ് ദ ഗവൺമെൻറ് ആവശ്യമാണെന്ന് മനസ്സിലാക്കി. So when power is taken away from central and state government given to the local government, അതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഡീസെൻട്രലൈസേഷൻ നടക്കുന്നത് ആഫ്റ്റർ 1990-ലാണ്. Step towards decentralization was taken in 1992. Constitution was amended to include third tier of the democracy that was more powerful and effective. So 1992 constitutional amendment konduvannu, and now it is constitutionally mandatory to hold regular election to local government bodies. So local self ഗവൺമെൻറ്റിൽ ലോക്കൽ ബോഡീസിലോട്ട് റെഗുലറായിട്ട് എലക്ഷൻസ് കണ്ടക്ട് ചെയ്യണം. ആൻഡ് അത് എലക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. Seats are reserved in the elected bodies and executive heads of these institutions for the scheduled caste, scheduled tribes and other backward class. Reservation ഉണ്ട് ഈ ഇലക്ഷനിലും, എസ്പെഷ്യലി വുമൻസ്, അതേപോലെ തന്നെ scheduled caste, scheduled tribe, OBC, അതർ ബാക്ക്വേർഡ് ക്ലാസ് കാറ്റഗറിയിലുള്ളവർക്കും സീറ്റ്സ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. So 1/3 of the seats are reserved for the women. An independent institution called State Election Commission has been created in each state to conduct panchayat and municipal elections. So ഒരു election conduct ചെയ്യാൻ വേണ്ടിയിട്ട്, regular election ensure ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് ആർ റിക്വയർഡ് ടു ഷെയർ സം പവേഴ്സ് ആൻഡ് റവന്യൂ വിത്ത് ലോക്കൽ ഗവൺമെൻറ് ബോഡി. സ്റ്റേറ്റ് ഗവൺമെൻറ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് വർക്ക് ചെയ്യാനായിട്ടുള്ള സപ്പോർട്ട്, റിസോഴ്സ് സിസ്റ്റം ആൻഡ് പവർ കൊടുക്കണം. അതും കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നേച്ചർ ഓഫ് ദ പവർ ഷെയറിംഗ് വാരീസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അതർ സ്റ്റേറ്റ്. സോ സ്റ്റേറ്റ്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് റൂറൽ ആൻഡ് അർബൻ ഏരിയയിലുള്ള ലോക്കൽ ഗവൺമെൻറ്റിനെ പറ്റിയിട്ട് നോക്കാം. റൂറൽ ഏരിയയിൽ they are known as panchayat raj system. എന്തായിരുന്നു panchayat raj system? Each village or a group of village in some states has a grama panchayat. So rural ഏരിയയിൽ ഓരോ വില്ലേജിനും വാർഡുകളാക്കി തിരിച്ചിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് ഗോട്ട് എ ഗ്രാമസഭ. ഈ ഗ്രാമസഭ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർഡിലത്തെ എല്ലാ ആൾക്കാരും ഗ്രാമസഭയിൽ പോയിട്ട് അവരുടെ ആവശ്യങ്ങൾ പറയും. ആൻഡ് ഈ വർക്കിംഗ് ഓഫ് സെൽഫ് ഗവൺമെൻറ് എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യാനായിട്ട് ഈ ഗ്രാമസഭയ്ക്ക് പറ്റും. ആൻഡ് ഈ ഗ്രാമസഭയിൽ എടുക്കുന്ന ഡിസിഷൻസ് ആയിരിക്കും പിന്നീട് അവർ പഞ്ചായത്ത് ലെവലിൽ അവർ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, this council consists of several ward members often called punch and a president or a sarpanch. So ഓരോ വില്ലേജിനെയും നമ്മളിങ്ങനെ പല വാർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ വാർഡിനും വാർഡ് മെമ്പേഴ്സ് ഉണ്ട്. ആൻഡ് പഞ്ചായത്തിൽ നമുക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. ഇനി ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലേക്കുള്ള എലക്ഷൻ എങ്ങനെയാണ്? പീപ്പിൾ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ആൻഡ് ഡയറക്ട്ലി എലക്ട് ആണ് ചെയ്യുന്നത്. പഞ്ചായത്ത് വർക്ക്സ് അണ്ടർ ദ ഓവറോൾ പ്രൊവിഷൻ ഓഫ് ദി ഗ്രാമസഭ. ഞാൻ പറഞ്ഞല്ലോ, ഗ്രാമസഭ ഓരോ വാർഡിലത്തെയും മെമ്പേഴ്സ് ഈ ഗ്രാമസഭയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് വെരി മാൻഡേറ്ററി ടു ഹോൾഡ് അറ്റ്ലീസ്റ്റ് 2 or thrice. ഗ്രാമസഭ ഒരു വർഷത്തിൽ 2 or 3 പ്രാവശ്യം കൂടിയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതിലായിരിക്കും ഈ വാർഡിലത്തെ എല്ലാ മെമ്പേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സോ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏറ്റവും ലോവർ ലെവലിലുള്ളതാണ്. നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിലോട്ട് പോകുമ്പോൾ ഈ ഗ്രാമസഭാസ് അല്ലെങ്കിൽ പഞ്ചായത്തുകൾ എല്ലാവരും കൂടിയിട്ട് ഒരു വില്ലേജ് പഞ്ചായത്ത് ഫോം ചെയ്യും. ആൻഡ് വില്ലേജ് പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്നാണ് അതിനെ വിളിക്കുക. ആൻഡ് അതിനും ഹയർ ലെവലിലോട്ട് പോകുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ജില്ലാ പരിഷത്ത്. Similarly, local government bodies exist for the urban areas. ഇപ്പം നമ്മൾ പഞ്ചായത്ത് രാജ് സിസ്റ്റം റൂറൽ ഏരിയാസിനാണ് പറഞ്ഞെങ്കിൽ അർബൻ ഏരിയാസിൽ വി ഹാവ് ഗോട്ട് മുനിസിപ്പാലിറ്റീസ് ആൻഡ് മുനിസിപ്പൽ കോർപ്പറേഷൻസ്. സോ ബിഗ് സിറ്റീസ് ആണെങ്കിൽ ജസ്റ്റ് ലൈക്ക് അവർ ട്രിവാൻഡ്രം വി ഹാവ് ഗോട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ. അതിനും ചെറിയ സിറ്റീസ് ആണെങ്കിൽ they will be having municipality. ഈ മുനിസിപ്പാലിറ്റീസിനും മുനിസിപ്പൽ കോർപ്പറേഷനും ഓരോ ഹെഡ്സ് ഉണ്ടായിരിക്കും. മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഹെഡ് മേയറാണ്. ആൻഡ്
മുനിസിപ്പാലിറ്റീസിൻ്റെ ഹെഡ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ്. This new system of the local government is the largest experiment in the democracy conducted anywhere in the world. There are now about 36 lakh elected representatives in panchayats and municipality all over the country. This number is bigger than the population of many countries in the world. So this new system of local government is largest experiment in the democracy conducted anywhere in the world. There are now about 36 lakh elected representatives in panchayats and municipalities. So ഈ local self government എന്ന് പറയുന്നത് ഒരു biggest experiment ആണ്, and fortunately it was a very big success in India. Around 36 lakhs ആണ് ഈ local self governmentൽ നമുക്ക് elected representatives ആയിട്ടുള്ളത്. മാത്രമല്ല ഇത് കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടി ചെയ്യുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാരണം തന്നെ ഇതിൻ്റെ വർക്കിംഗ് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. Constitutional status for the local government has helped to deepen the democracy in our country. It has also increased women's representation. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇതിൻ്റെ ഫീച്ചറിൽ 1/3 ഓഫ് ദ സീറ്റ്സും റിസർവ് ചെയ്തിരിക്കുന്നത് വുമൻസിനാണ്. So these all highlight spirit of the democracy. So local self government decentralization വന്നതോടുകൂടി it has highlighted the spirit of democracy in our country. At the same time there are many difficulties. ഇത്രയൊക്കെ പോസിറ്റീവ് സൈഡ്സ് ഉണ്ടെങ്കിലും ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ചിലപ്പോൾ ഇലക്ഷൻ നടത്താനായിട്ട് വൈകാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തു, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഷുഡ് ട്രാൻസ്ഫർ ദ പവർ ആൻഡ് റവന്യൂ സോഴ്സസ് ടു ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. അത് നല്ല രീതിയിൽ ചിലപ്പോൾ ടൈമിന് അത് നടക്കണം എന്നില്ല. സോ ടൈമിന് ഫണ്ടും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഗവൺമെൻറ്റിന് വർക്ക് ചെയ്യാനായിട്ട് പറ്റണമെന്നുമില്ല. ഓക്കെ, nor have they given adequate resources. So we are thus still a long way from realizing the ideal of self-government. So both positive and negative sides ഇപ്പോഴും ഈ local self-government issues face ചെയ്യുന്നുണ്ട്. Thank you.